ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പഴങ്ങനാട് എന്ന ജംഗ്ഷനിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വില്ലകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മോഡേൺ ഇന്റീരിയർ സ്റ്റൈലിൽ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതിൽ 3ഓളം വില്ലകൾ ഓൾറെഡി സോൾഡ് ആയി കഴിഞ്ഞു. കൂടാതെ താമസക്കാരും ഈ വില്ലയിലുണ്ട്. ഇനി അവൈലബിൾ ആയിട്ടുള്ളത് വെറും 3 വില്ല മാത്രമാണ്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും സിവിൽ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. ഒരു ഗേറ്റഡ് വില്ല മോഡലിൽ തന്നെയാണ് ഈ വില്ലകൾ നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററിലധികം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് ഈ വീട്ടിലേക്കുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ വരാൻ പോകുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ചെറിയ പാർക്കിംഗ് സ്പേസ് കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കൊച്ചു ഗാർഡൻ വർക്കൊക്കെ നമുക്ക് ഈ ഭാഗത്തായി കാണാം. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2-3 പേർക്കൊക്കെ ഇവിടെ ചേറിട്ടിരിക്കാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ആവശ്യത്തിന് വെന്റിലേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. മോഡേൺ ലുക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലൂവർ പാനൽസും വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വുഡൻ ലുക്കൊക്കെ വരുന്ന നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്തായി ഒരു ഫൗണ്ടന്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഇത് ഫിനിഷ് ചെയ്യുന്നതാണ്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറാണ് ഇവിടെ കിച്ചൺ കബോർഡിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളത്തിൽ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ മറ്റൊരു കോർണറിലായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. കോൺക്രീറ്റ് സ്റ്റെപ്പിൽ വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു വർക്ക് സ്പേസോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഷീറ്റുകൾ ഉപയോഗിക്കാതെ വാർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ല വെന്റിലേഷനൊക്കെ ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാം. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ടേബിളും നൽകിയിട്ടുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ബാത്റൂം ടൈൽസ് ഒക്കെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കൊക്കെ ചെയ്താണ് ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും 4 പാളികളുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും 4 പാളികളുള്ള വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. 2 അടി നീളവും 8 അടി വീതിയും വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്.
നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ബഡ്ജറ്റ് വീടിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡോർ പാനൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.